ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വട്ടവട. വട്ടവട എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ടതും പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിശദീകരണവും ഇതാണ്. വട്ടവടയുടെ ഒരു ഭൂപ്രകൃതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും മലനിരകളും താഴെ വൃത്താകൃതിയിലുള്ള ഒരു താഴ്വരയാണുള്ളത്. അവിടെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ടാവാം വട്ടവടയ്ക്ക് ഒരു പേര് വന്നിട്ടുള്ളത്. തമിഴിലും പഴയ മലയാളത്തിലും വട എന്നുള്ള വാക്ക് താഴ്വരയോ സമതലങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നല്ല ഉയരത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് വട്ടം പോലെ ഇരിക്കുന്ന ഈ ഒരു താഴ്വരയെ വട്ടവട എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ചില ചരിത്രപരമായിട്ടുള്ള രേഖകളിൽ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്ന ആൾക്കാർ ഈ ഒരു പ്രദേശത്തെ വടക്കേ അറ്റത്തുള്ള ഒരു താവളമായിട്ട് കണ്ടിരുന്നു. വടക്ക് ഭാഗത്തുള്ള വൃത്താകൃതിയിലുള്ള താവളം എന്നുള്ള രീതിയിലാവാം ഈ ഒരു പേര് വന്നതെന്നും ഈ രേഖകളിൽ പറയുന്നുണ്ട്. വട്ടവടയിലെ ജനങ്ങളുടെ ഭൂരിഭാഗവും പണ്ട് മധുരയിൽ നിന്നും കൊങ്ങ് നാട്ടിൽ നിന്നൊക്കെ കുടിയേറി വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാഷയിലും അതുപോലെ സ്ഥലങ്ങളുടെ പേരുകളിലൊക്കെ തമിഴിന്റെ സ്വാധീനം വളരെ കൂടുതലാണ്. പാണ്ഡ്യ രാജവംശത്തിന്റെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ഒരു സ്ഥലമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി പോലെയുള്ള ശീതകാല പച്ചക്കറികൾ, അതായത് വിന്റർ വെജിറ്റബിൾസ് ഏറ്റവും കൂടുതൽ ഫാം ചെയ്യുന്ന കേരളത്തിലെ ഒരു സ്ഥലമാണ് വട്ടവട. ഇവിടുത്തെ മലഞ്ചെരുവുകളിലെ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി വളരെ ഫേമസ് ആണ്. ഇടുക്കിയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് മഴ നന്നേ കുറവുള്ളതും പക്ഷേ തണുപ്പുള്ളതായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് വട്ടവടയിലത്തേത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അഡിയോസ് അമിഗോസ്.